വെളുപ്പിന് 2 മണി. എ ട്രെയിൻ സ്റ്റോപ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് എ പ്ലെയിൻ. നിലാവ്. എങ്ങും നിശ്ചലം, നിശബ്ദം. അങ്ങ് ദൂരെ കാണാം ഒരു പട്ടണം വിത്ത് ഫ്ലിക്കറിംഗ് ലൈറ്റ്സ്, കോൾഡ് ആൻഡ് ടൈനി അറ്റ് എ ഹൊറൈസൺ. നിങ്ങളെവിടെയാണ്? ഈ കവിത കേൾക്കുന്ന നിങ്ങളെവിടെയാണ്? ആ ട്രെയിനിലോ അതോ അങ്ങ് ദൂരെയുള്ള ആ പട്ടണത്തിലോ? വെളിച്ചം മിന്നി മിന്നി കത്തുന്ന ദൂരെയുള്ള ഏകാന്തമായ ആ പട്ടണത്തിലോ? നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ കപ്പ് ഓഫ് കവിത. Today we are exploring Thomas Tranströmer, a Swedish poet, and one of the most haunting poems about loneliness and displacement. First, about the poet. Tranströmer was born in Stockholm, Sweden in the year 1931. He worked as psychologist in psychiatric hospitals and also schools. 2014 അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. നോർത്തേൺ സ്വീഡിഷ് ലാൻഡ്സ്കേപ്പ്. അവിടുത്തെ ഒരു വിശാലമായ ഒറ്റപ്പെട്ട സൗന്ദര്യമുണ്ട്. പ്രത്യേകിച്ചും നീണ്ടകാലം നിലനിൽക്കുന്ന അരണ്ട വെളിച്ചം മാത്രമുള്ള ശൈത്യകാലത്ത്. അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ദാറ്റ് ലാൻഡ്സ്കേപ്പ് ഈസ് വെരി മച്ച് പ്രസൻറ്റ്. നമ്മുടെ ഈ കവിതയിലും. ഇൻ മെനി ഓഫ് ഹിസ് പോയംസ് the exterior becomes a reflection of the interior landscape. കവി ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാവുമ്പോൾ അത് വളരെ സ്വാഭാവികം അല്ലേ? കവിത. "2 a.m. moonlight. The train has stopped out in the middle of the plain." വളരെ ചെറിയൊരു കവിതയാണ്. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ ഈ കവിത വായിക്കാനിരിക്കുമോ അപ്പോഴൊക്കെ എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പരിച്ചിറങ്ങുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട്. Look at that time. 2 a.m. moonlight. But you are nowhere. The train has stopped in the middle of a plain എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ? It is so weird അല്ലേ? ഈ 2 മണി എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്, വെളുപ്പിനെയാണ്. കാണുന്നതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സമയം. The time when consciousness is most fragile. The time when normal rules don't apply. The time when the boundary between waking and dreaming is most permeable. അവിടെ എന്തും സംഭവിക്കാം. There is moonlight, of course, but that light doesn't reveal anything. അത് അന്തരീക്ഷത്തിൻ്റെ ദുരൂഹത കൂട്ടുക മാത്രമേ ഉള്ളൂ ആ വെളിച്ചം. The train has stopped. A stopped train is an anomaly, is an aberration. Far away, points of light in a town, flickering coldly at the horizon. അങ്ങ് ദൂരെ കാണാം ഒരു പട്ടണത്തിൽ കുഞ്ഞു കുഞ്ഞു വെളിച്ചങ്ങൾ മിന്നി മിന്നി കത്തുന്നത്. രാത്രി 2 മണിക്കാണ്. മനുഷ്യ സാന്നിധ്യമേയില്ല. Only light remains. Not even lights, but points of it. So they are flickering, which means they are unstable, unsteady. Flickering coldly എന്നാണ് പറയുന്നത്. So the light doesn't give you any warmth because they are so distant, indifferent. That's the reason why you feel that the light is cold.
and they are flickering at the horizon. കാഴ്ചയുടെ അങ്ങേയറ്റത്താണ് ആ ലൈറ്റുകളിങ്ങനെ വെളിച്ചങ്ങളിങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടേയിരിക്കുന്നത്. As when a man has gone into a dream so deep, he will never remember having been there when he comes back to his room. ആ അനുഭവം എന്താണെന്ന് കവി നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്. അസംഭവ്യമായ പല കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളിൽ സംഭവിക്കാറില്ലേ? പക്ഷേ ഉറക്കം വിട്ട് എണീക്കുന്ന നിമിഷം ഒക്കെ അഴിഞ്ഞു പോവുകയും ചെയ്യും. We remember that we dreamt, but we hardly remember what we dreamt. Our room is where the dream comes to an end. അങ്ങനെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അതൊക്കെ തന്നെയല്ലേ ഈ കവിതയിലെ കാഴ്ചകൾ. That 2 a.m. moment in the poem is the dream, a state where normal consciousness is suspended. അത് നിശ്ചലമാണ്. ആ 2 മണി, ആ നിശ്ചലമായി കിടക്കുന്ന ആ ട്രെയിൻ, അങ്ങ് ദൂരെയുള്ള ആ പട്ടണം, അവിടെ ഇങ്ങനെ മുനിഞ്ഞ് മുനിഞ്ഞ് കത്തുന്ന ആ വെളിച്ചങ്ങൾ, ആ തണുത്തുറഞ്ഞ വെളിച്ചങ്ങൾ. രസകരമായ കാര്യം, ഈ സ്വപ്നം സംഭവിക്കുമ്പോൾ, നടക്കുമ്പോൾ, വി ആർ വെരി മച്ച് പ്രസൻറ്റ്. നമ്മളതിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണ്, അല്ലേ? ബട്ട് ഡ്രീംസ് ആർ സാഡ്ലി വെരി ഫ്രജൈൽ. വി വേക്ക് അപ്പ്. നമ്മൾ തിരിച്ച് നമ്മുടെ മുറിയിലേക്ക് ഉറക്കമെണീറ്റ് വരും. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ, എവിടെയോ എങ്ങോ നിശ്ചലമായി കിടക്കുന്ന ട്രെയിൻ, വെളുപ്പിനെയുള്ള 2 മണി, നിലാവ്, അങ്ങ് ദൂരെയുള്ള പട്ടണം, അവിടെ മങ്ങി മങ്ങി കത്തുന്ന ആ തണുത്തുറഞ്ഞ വെളിച്ചങ്ങൾ ഒക്കെ മാഞ്ഞു പോകും. ഉറക്കം വിട്ട് നമ്മൾ എണീക്കുന്ന നിമിഷം നമ്മൾ മറന്നു പോകും. As when someone has gone into an illness so deep, everything his days were becomes a few flickering points, a swam, cold and tiny, at the horizon. The poet now brings another comparison. He shifts from dream to illness. രോഗം വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അതുവരെ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സന്തോഷങ്ങളൊക്കെ ഞൊടിയിടയിൽ അങ്ങ് ദൂരത്താവും. കവിതയിലെ ആ മിന്നി മിന്നി കത്തുന്ന തണുത്ത ദീപങ്ങളെ പോലെ ലൈഫ് ബിക്കംസ് ഡിസ്റ്റൻറ്റ്, കോൾഡ്, അൺറീച്ചബിൾ. പൊടുന്നിനെ കവിതയിലെ ആ സ്ട്രാൻഡഡ് ട്രെയിനിനെ പോലെ നിങ്ങളുടെ ജീവിതവും നിശ്ചലമാകും. You are stranded in a no-way land, in a strange place. അപ്പോൾ ആ ദൂരെ കാണുന്നതൊക്കെ, ആ മിന്നി മിന്നി കത്തുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞ് അല്ലെങ്കിൽ വലിയ വലിയ സന്തോഷങ്ങളാണ്. പക്ഷേ they are now distant, cold and unreachable. നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെത്തിപ്പിടിക്കാനാവാത്തത്രയും ദൂരത്തായി. The train is standing quite still. 2 a.m. Bright moonlight, few stars. We have taken a full circle. കവിതയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാം നിശ്ചലമായി തന്നെ നിൽക്കുകയാണ്. "2 a.m. moonlight. The train has stopped out in the middle of the plain. Far away, points of light in a town flickering coldly at the horizon. As when a man has gone into a dream so deep, he will never remember having been there when he comes back to his room. As when someone has gone into an illness so deep, everything his days were becomes a few flickering points, a swam, cold and tiny at the horizon. The train is standing quite still. 2 a.m. Bright moonlight, few stars."